എല്ലാവർക്കും ലതാസ് വേഡിയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇത് ഗണപതി നാരങ്ങയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇത് അച്ചാറിടാനും അമ്പലത്തിൽ പൂജയ്ക്കും ഒക്കെ എടുക്കുന്നതാണ്. എത്ര ആൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ചിലവർക്കൊക്കെ ഇത് അറിയാം, ചിലവർക്കിത് എന്താണ് നാരങ്ങ എന്ന് അറിയില്ല, ഗണപതി നാരങ്ങ ഏതാണെന്ന്. ഇത് നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ടായതാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ നിറച്ച് കുരുക്കളാണ് ഇതിൽ കേട്ടോ. ഇത് നല്ല മൂത്ത ഒരു നാരങ്ങയാണ്. അതുകൊണ്ട് നമുക്കിത് സീഡ്സൊക്കെ പാകിയ മുളച്ച് തയ്യും കിട്ടും കേട്ടോ. ഇതിൽ നമുക്ക് കത്തി തട്ടാത്ത സീഡ്സൊക്കെ നമുക്ക് പാകി മുളപ്പിച്ചെടുക്കാം കേട്ടോ. കത്തി തട്ടിയത് മാറ്റി വയ്ക്കുക. പിന്നെ ഇത് കമ്പിളി നാരങ്ങയും ഓറഞ്ചൊന്നും പോലെ ഒരുപാട് അല്ലികളുള്ള ഒരു നാരങ്ങയല്ല. ഇതിൽ എല്ലാം നമുക്ക് അച്ചാറിന് ഉപയോഗിക്കുക, കുരു ഒഴിച്ചിട്ട്. അപ്പം നമുക്കിനി എൻ്റെ പറമ്പിലേക്ക് ഗണപതി നാരങ്ങ പൊട്ടിക്കാൻ പോവാം കേട്ടോ. ഇതിങ്ങനെ മഞ്ഞ കളറായിട്ടുള്ളത് നല്ല മൂപ്പ് വന്നതാണ്. ഇതും നല്ല മൂത്ത തന്നെ കേട്ടോ. എല്ലാം പച്ച കളറുണ്ടേലും മഞ്ഞയും വന്നിട്ടുണ്ടല്ലോ. ഇത് പൊട്ടിക്കാൻ ഇത്തിരി നല്ല ബുദ്ധിമുട്ടാണ്. ഞെട്ടിക്ക് ഭയങ്കര ഉറപ്പാണ്. നമ്മൾ ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിരിച്ച് പൊട്ടിക്കണം. മുള്ളുണ്ട് ഇതുമ്മലൊക്കെ, ഇതിൻ്റെ ഞെട്ടിമേലും ഒക്കെ മുള്ളുണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പൊട്ടിക്കണം എന്നേ ഉള്ളൂ. ഇത് ഒരു നാരങ്ങ തന്നെ 2-3 കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾക്ക് അച്ചാറിന് ഇപ്പോൾ ഇത് മുഴുവനൊന്നും വേണ്ട, വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ ഒരു പകുതി ഉണ്ടെങ്കിൽ തന്നെ കുറേ ദിവസം നമുക്ക് വീട്ടിൽ അച്ചാർ ഉപയോഗിക്കാൻ പറ്റും ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ അത് 3 എണ്ണം ഒരുമിച്ച് പൊട്ടിച്ചിട്ടുള്ളത് കുറച്ച് നാരങ്ങയുടെ അച്ചാറിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പൊട്ടിച്ചത്. ഇനി ഈ കാണുന്ന വലുപ്പത്തിൽ നമ്മൾ നാരങ്ങ നുറുക്കി വയ്ക്കുക. അതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ നന്നായി യോജിപ്പിക്കുക. ഞാൻ ഈ വലുപ്പത്തിൽ തന്നെ നുറുക്കണമെന്ന് പറഞ്ഞത്, ഞാനിത് പുഴുങ്ങി ഉണക്കിയിട്ടാണ് ഈ അച്ചാർ ഇടുന്നത്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ അച്ചാർ ഇടുന്നവരാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നന്നാവുക. ഉപ്പും മുളകും ഒക്കെ പിടിക്കാൻ അത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നല്ലോ ഒരു പാത്രം, അതിലേക്ക് കുറച്ച് വെള്ളം, അതപ്പോൾ ഞാൻ ഈ എടുത്തത്ര വെള്ളം തന്നെ എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വല്ലാതെ വേവാവരുത്, ഒന്ന് ആവി കയറ്റി എടുക്കണ പോലത്തെ ഒരു വേവ്. അപ്പോൾ ഇതിപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഇതിൽ കാണിച്ച പോലെ ഒരു വലിയ പ്ലേറ്റിൽ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 2 ദിവസം ഉണങ്ങിയപ്പോൾ തന്നെ എനിക്കിത് ഇതേപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ പാകം മതി കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ, ഈ ഉണക്കി വെച്ച നാരങ്ങ. എന്നിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് തോന്നിയാൽ അച്ചാർ എത്ര വേണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് അച്ചാർ നമുക്കിതൊന്ന് എടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വളരെ കുറവ് ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് നല്ലെണ്ണ എടുത്ത് കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പ്, അത് നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചുവപ്പ് കളറായിട്ട് വരും, കറുപ്പാവരുത്. തീ വളരെ കുറച്ച് വയ്ക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഒരു മൂപ്പാവും, നമുക്കത് കണ്ടാൽ അറിയാം. നമ്മളപ്പോൾ അതിലേക്ക് സുർക്ക ഒഴിക്കുക. കാരണം ഈ ഗണപതി നാരങ്ങയ്ക്ക് പുളിയില്ല. എല്ലാ നാരങ്ങയ്ക്കും നല്ല പുളിയാണ്. അപ്പോൾ നമ്മൾ വളരെ കുറവ് സുർക്കയെ ഉപയോഗിക്കുള്ളൂ. ഇതിൽ കുറച്ച് കൂടുതൽ സുർക്ക നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ഉലുവപ്പൊടി, ഇത്തിരി കായപ്പൊടി, പിന്നെ നമ്മൾ അത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ നാരങ്ങ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അത് കൂടുതൽ വെള്ളമുള്ള പോലെ തോന്നും, പിന്നെ അത് ഇരുന്നാൽ ഇത് വറ്റും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പകുതി അച്ച് ശർക്കര ഇതിൻ്റെ ആ ഒരു മധുരവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മധുരത്തിൻ്റെ ഒരു ഉപയോഗിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അച്ചാർ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.